വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് പാവറട്ടിയിലെ പ്രസിഡൻറ്റിൻ്റെ രണ്ടാം വാർഡിലുള്ള പ്രസിഡൻറ്റിൻ്റെ വാർഡിലൂടെയുള്ള രണ്ടാം വാർഡിലുള്ള റോഡിലൂടെ പുതുവനശ്ശേരിയിലേക്ക് പോകുന്ന റൂട്ടിലേക്കാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ റോഡിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. അതിൽ റോഡിൽ ഈ വെള്ളത്തിൻ്റെ പൈപ്പ് ലൈന് ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് മാന്തിയതിന് ശേഷം അവിടെ മെയിൻറ്റെയിൻ ചെയ്യാത്തതിൻ്റെ ഭാഗമായിട്ട് വളരെ വലിയ കുഴികളാണ് രൂപപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ഈ കാനയുടെ നിർമ്മാണത്തിലെല്ലാം ഈ മൂന്നാം വാർഡിലെ മെമ്പറെ പോലെ പിശിക്കാതെ ഒരടിയാക്കാതെ അത് രണ്ടടിയായിട്ട് നിലനിർത്തിയിട്ടുണ്ട്. അത് വളരെ നല്ലൊരു കാര്യമാണ്. പക്ഷേ അതിൻ്റെ താഴ്ച കുറച്ചുകൂടി വർദ്ധിപ്പിച്ചാൽ മാത്രമേ അതിലൂടെ ശരിയായ രീതിയിൽ നീരൊഴുക്ക് നടക്കുകയുള്ളൂ. അപ്പോൾ ഈ പരിസരവാസികൾ നിരന്തരം പ്രസിഡന്റ് പോകുമ്പോൾ വാഹനങ്ങളിൽ പോകുമ്പോൾ അതെല്ലാം ബൈക്ക് നിർത്തിയിട്ട് വിഷയങ്ങൾ പറയാറുണ്ടെങ്കിലും അത് മതിയായ രീതിയിൽ കേൾക്കാനുള്ള ഒരു സന്മനസ് അദ്ദേഹം കാണിച്ചില്ല എന്നൊരു പരാതിയാണ് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ അവിടുത്തെ പരിസരവാസികളായിട്ടുള്ള ആളുകൾ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ജനപ്രതിനിധികൾ എത്ര തിരക്കുണ്ടെങ്കിലും നമ്മളെ ജയിപ്പിച്ചു വിട്ട ആ ജനങ്ങളുടെ ആവലാതികൾ പരാതികൾ കേട്ട് അത് കഴിയുന്നതാണെങ്കിൽ എത്രയും പെട്ടെന്ന് പരിഹരിക്കുക എന്നതാണ് ഒരു പ്രതിനിധി എന്ന നിലയിൽ ഒരാളുടെ പ്രഥമ കർത്തവ്യം. അതിനുവേണ്ടിയാണ് ഈ ജനപ്രതിനിധിയെ എല്ലാ ജനങ്ങളും കൂടി ആ വാർഡിലെ എല്ലാ ആളുകളും എല്ലാം പാർട്ടി വോട്ടുകളാണ് എന്ന് ആരും ഒരു വിജയിച്ച സ്ഥാനാർത്ഥിയും വിശ്വസിക്കുന്നില്ല. അതിൽ നിഷ്പക്ഷമതികളായിട്ടുള്ള വോട്ടുകളും കുറേയധികം ഉണ്ടാവും. അപ്പോൾ അവർ കരുതുന്നത് ഈ മെമ്പർ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ മുരടിപ്പ് ഈ വികസന മുരടിപ്പിന് അല്ലെങ്കിൽ ഈ യാത്രാ ദുരിതത്തിന് ഒരു ശമനമാവുമല്ലോ എന്ന് കരുതിയിട്ടാണ് ആളുകൾ നിഷ്പക്ഷരായിട്ടുള്ള ആളുകൾ നിഷ്പക്ഷരായിട്ടുള്ള ഒരു 50% ആളുകളുടെ വോട്ടിൻ്റെ ബലത്തിലാണ് മിക്കവാറും ഒരുവിധപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും സ്ഥാനാർത്ഥികളിൽ അത് പഞ്ചായത്ത് ഇലക്ഷനിലായാലും ജില്ലാ പഞ്ചായത്ത് ഇലക്ഷനിലായാലും അതുപോലെ തന്നെ നമ്മുടെ രാജ്യസഭ നിയമസഭാ ഇലക്ഷനിലായാലും അത് നിഷ്പക്ഷമതികളായ ആളുകളുടെ വോട്ടിന് ഒരു വലിയ പ്രാധാന്യമുണ്ട്. അപ്പോൾ അവരുടെ വാക്കുകൾ നമ്മൾ കേൾക്കുക, അവർക്ക് പറ്റാവുന്ന രീതിയിൽ അവർക്ക് സഹായം ചെയ്തില്ല അവരുടെ വാക്ക് കേട്ട് നല്ല വാക്ക് പറഞ്ഞാൽ തന്നെ അവരതിൽ തൃപ്തിയാണ്. അപ്പോൾ ഇത് വളരെയധികം ശ്രദ്ധിക്കുക. ഒരു പരാതിയായിട്ട് അവരുടെ അടുത്തുനിന്ന് കിട്ടിയ ഒരു കാര്യം ഞാനിതിൽ ഷെയർ ചെയ്തതാണ്. പിന്നെ ബാക്കി മറ്റു വാർഡുകളിലേക്കാൾ അപേക്ഷിച്ച് വളരെ കുറച്ച് റോഡുകൾ മാത്രമാണ് രണ്ടാം വാർഡിൽ ഇത്തരത്തിൽ തകർന്നു കിടക്കുന്നതായിട്ട് കാണാൻ കഴിഞ്ഞത്. അത് ആ പൈപ്പ് ലൈനിൻ്റെ വർക്ക് കഴിഞ്ഞപ്പോൾ കാലാനുസൃതമായിട്ട് എല്ലാ സ്ഥലങ്ങളിലും മെയിൻ്റെനൻസ് വർക്ക് നടത്തുകയോ അല്ലെങ്കിൽ ഫുൾ ടാറിങ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ട്. അതിന് മെമ്പർക്ക് വളരെയധികം നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് നന്ദി പറയുന്നു. ബാക്കി പഞ്ചായത്തുകളിലൊന്നും തന്നെ ഈ രീതിയിൽ മെമ്പറുടെ വാർഡിൽ ഉണ്ടായിട്ടുള്ള പോലെ ഫുൾ ടാറിങ് എവിടെയും കിട്ടിയിട്ടില്ല. പക്ഷേ ആ ടാറിങ്ങിൽ തന്നെ പല അപാകതകളുമുണ്ട്. അപ്പോൾ ഈ സമയക്കുറവ് മൂലം വൈകുന്നേരമായതിൻ്റെ പേരിൽ എനിക്കത് ഫുള്ളായിട്ട് റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിച്ചില്ല. അതാ പുതുതായിട്ട് ചെയ്ത ടാറിങ്ങിൻ്റേതായിട്ടുള്ള ആ ഒരു ഇതിൽ കാണുന്നില്ല. കാരണം അതിൽ ഇളകിപ്പോയ രീതിയിൽ മെറ്റലും അതുപോലെ തന്നെ ടാറും ഒക്കെ സെപ്പറേറ്റ് ആയി കിടക്കുന്ന രീതിയിലുള്ള ഒരു നിർമ്മാണ പ്രവൃത്തിയാണ്. അതിൽ ആ ക്വാളിറ്റിയിൽ ആ ബിൽഡ് ക്വാളിറ്റിയിൽ ഒരു കുറവ് നമുക്കതിൽ ഒറ്റ നോട്ടത്തിൽ തന്നെ കാണാൻ കഴിയും. അത് എന്തുകൊണ്ടാണെന്ന് ആ രീതിയിൽ അവരുമായി ബന്ധപ്പെട്ട ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളുമായിട്ട് ചർച്ച ചെയ്യുമ്പോൾ ഈ രണ്ടാം വാർഡിലെ എന്നല്ല മൊത്തം എല്ലാ വാർഡിലെയും കൂടി കേരളത്തിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും നടക്കുന്ന ഈ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ കരാറുകാർ കൊട്ടേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ കരാറ് ശരിയായ രീതിയിൽ പണി കഴിഞ്ഞ് അവർക്ക് അതിൻ്റെ പേയ്മെൻറ്റ് കിട്ടണമെങ്കിൽ പല ആളുകളും കനിയേണ്ടതുണ്ട്. അപ്പോൾ അവരെല്ലാം കനിയേണ്ട ആളുകൾക്കെല്ലാം കൊടുത്ത് ബാക്കി വരുന്ന ഫണ്ട് കൊണ്ട് മാത്രമാണ് ഈ കരാറുകാരൻ ഈ പണി പൂർത്തിയാക്കാനായിട്ട് കരാറുകാരന് കഴിയുന്നത്. അപ്പോൾ എന്തായാലും കരാറുകാരൻ ഈ അനുവദിച്ച് കിട്ടിയ പണത്തിനപ്പുറത്തേക്ക് ഈ ആളുകൾക്ക് കൊടുക്കലെല്ലാം കഴിഞ്ഞിട്ട് അയാൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കാശ് കൊണ്ട് നല്ല റോഡ് നമുക്ക് ഉണ്ടാക്കി തരുമെന്ന് ജനങ്ങൾക്ക് ചിന്തിക്കാൻ അല്ലെങ്കിൽ വിശ്വസിക്കാനായിട്ട് പ്രയാസമാണ്. അത് സാധിക്കില്ല. അപ്പോൾ ഈ ഫണ്ട് നിന്ന് അനധികൃതമായി പല ആളുകളും അത് പല മെമ്പർമാരും അല്ലെങ്കിൽ പല ആളുകളും അല്ലെങ്കിൽ ഇടനിലക്കാരായിട്ടുള്ള ചില ആളുകളൊക്കെ അത് ആ പ്രശ്നമുണ്ട് ഈ പ്രശ്നമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കരാറുകാരെ ഭീഷണിപ്പെടുത്തിയും അവരുടെ ബില്ലുകൾ തടഞ്ഞു വെക്കുമെന്നും പറഞ്ഞും അവരിൽ നിന്ന് വൻ തുകകൾ ഈടാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഒരു 1 കോടി രൂപയുടെ ഒരു പ്രൊജക്റ്റ് ആണെങ്കിൽ അതിൽ ഏകദേശം ഒരു 30 ലക്ഷത്തോളം രൂപ ഇത്തരത്തിൽ ചിലവായി കഴിഞ്ഞാൽ ബാക്കി 70 വെച്ച് വേണം ഈ കോൺട്രാക്ടർക്ക് ഈ ബാക്കി വരുന്ന നിർമ്മാണ പ്രവർത്തികൾ പൂർത്തിയാക്കാൻ. അപ്പോൾ അതിൽ മെറ്റലിലോ അതല്ലെങ്കിൽ ടാറിലോ കൃത്രിമത്വം വരുത്താതെ അളവിലോ ഇതിലോ കൃത്രിമത്വം വരുത്താതെ കുറവ് വരുത്താതെ അയാൾക്കത് ചെയ്യാൻ സാധിക്കില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവർ ടാർ ചെയ്യുന്നത് നമ്മുടെ വാർഡിൽ നമുക്ക് സഞ്ചരിക്കേണ്ട വർഷങ്ങളോളം സഞ്ചരിക്കേണ്ട റോഡാണ് ഇവർ നിർമ്മിക്കുന്നത്.
അപ്പോൾ ഈ മെമ്പർമാരായാലും അതുപോലെ തന്നെ MLA ആയാലും MP ആയാലും ഏത് സ്ഥാനത്തിരുന്നാലും അത് ജനപ്രതിനിധികളാണ്, ജനങ്ങളുടെ റെപ്രസെൻറ്റേറ്റീവുമാരാണ്, ജനങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടി അവരുടെ സമയം ചിലവഴിക്കേണ്ട ആളുകളാണ്. അപ്പോൾ ഈ പഞ്ചായത്തിലെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ നമുക്കിപ്പോൾ ഒരു കുടുംബത്തിന് കഴിയാൻ ഇന്ന് 10,000-ഓ 15,000-ഓ 20,000-ഓ തികയാത്ത അവസ്ഥയിൽ ചുരുങ്ങിയ 8,000 രൂപ ഹോണറേറിയം കിട്ടിയിട്ടാണ് പഞ്ചായത്തിലെ ഓരോ മെമ്പർമാരും ഈ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ സേവനത്തിന് ഇറങ്ങുന്നത്. അതിന് സാലറി എന്നല്ല, ഓണറേറിയം എന്നാണ് പറയുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് വൈസ് പ്രസിഡൻറ്റും പ്രസിഡൻറ്റും ആകുമ്പോൾ ചിലപ്പോൾ 1,000-ഓ 2,000-ഓ കൂടുതൽ കിട്ടും. എങ്ങനെയായാലും ഒരു 10,000 12,000-ന് മുകളിലേക്ക് ഈ പറഞ്ഞ പഞ്ചായത്തിലെ മെമ്പർമാർക്ക് ഈ ചെയ്യുന്ന ഉറക്കമൊഴിച്ച് രാവും പകലുമില്ലാതെ ജനങ്ങൾക്ക് വേണ്ടി ബുദ്ധിമുട്ടിയാലും ഇത്രയേ കിട്ടൂ എന്നതുകൊണ്ട് ചില ആളുകൾക്ക് ഫുൾ ടൈമായിട്ട് അത് ജയിച്ചു കഴിഞ്ഞാൽ മുഴുവനായിട്ട് ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പലരും പറയുന്നുണ്ട്. കാരണം അവർക്ക് മറ്റുള്ള കച്ചവടങ്ങളിലുണ്ടെങ്കിൽ അപ്പോൾ ആ കച്ചവടങ്ങളിലും കൂടി ഭാഗഭാക്കായാൽ മാത്രമേ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. അല്ലാത്തവർക്ക് കാണുന്ന ഒരു കുറുക്കുവഴിയാണ് ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നിന്ന് അവരിൽ നിന്ന് വൻ തുക ഈടാക്കിയിട്ട് അത് ജനങ്ങൾക്ക് ഉപകാരപ്പെടേണ്ട ആ ക്വാളിറ്റിയിൽ നിർമ്മിക്കേണ്ട റോഡിൻ്റെ ക്വാളിറ്റി കുറച്ച് അത് കീശയിലാക്കുന്ന ഒരു തന്ത്രം. അത് ഇവിടെ പാവറട്ടിയിൽ നിന്ന് മാത്രമല്ല മിക്കവാറും കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും നടന്നു വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ റോഡുകളുടെ ഗുണനിലവാരം കുറയുന്നത്. ഇപ്പോൾ ഗൾഫിലൊക്കെ പറയുമ്പോൾ അവർക്ക് ഗ്യാരണ്ടി, അത് ഇത്ര വർഷത്തേക്ക് ഗ്യാരണ്ടി ഉണ്ടെങ്കിൽ മാത്രം ആ റോഡ് പൊളിഞ്ഞു കഴിഞ്ഞാൽ അതിനെന്തെങ്കിലും അപാകതകൾ സംഭവിച്ചു കഴിഞ്ഞാൽ ആ കരാറുകാരനെ ആ കരാറിൻ്റെ തുക കിട്ടില്ലെന്ന് മാത്രമല്ല അതിന് നഷ്ടപരിഹാരവും അതിൽ നിന്ന് വരുന്ന എന്തെങ്കിലും ആ റോഡിൻ്റെ അപാകത മൂലം വരുന്ന എന്തെങ്കിലും അപകടങ്ങൾക്കോ അയാളിൽ നിന്ന് പണം ഈടാക്കുവാനോ അല്ലെങ്കിൽ അയാളെ ശിക്ഷിക്കാനുള്ള വകുപ്പുകൾ വിദേശ രാജ്യങ്ങളിൽ, ഇപ്പോൾ ദുബായ് പോലത്തെ രാജ്യങ്ങളിലെ റോഡുകൾ കണ്ടാൽ നമുക്കറിയാൻ പറ്റും. അവിടെ ഇതിനോട് സാന്ദർഭികമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ അവിടെ ദുബായിൽ ജോലി ചെയ്യുന്ന ടൈമിൽ അൽക്കൂസിൽ ഒരു വളരെ നമ്മുടെ ഹൈവേയിൽ പോലും കാണാത്തത്ര രീതിയിലുള്ള വളരെ ഭംഗിയുള്ള ഒരു റോഡ് നിർമ്മിച്ചതായിട്ട് നമ്മൾ കാണാൻ കഴിഞ്ഞു ഡ്യൂട്ടിക്ക് പോകുന്ന ടൈമിൽ. അപ്പോൾ അത് 2 ദിവസം കഴിഞ്ഞപ്പോൾ ആ റോഡെല്ലാം മുഴുവനായിട്ട് പൊളിച്ച് രണ്ടാമത് റീകൺസ്ട്രക്ഷൻ ചെയ്യുന്നതായിട്ട് കണ്ട് അവിടെ പരിസരവാസികൾ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് അവരത് ക്വാളിറ്റി കൺട്രോൾ അവരുടെ അത് വണ്ടിയിൽ ഓടിയപ്പോൾ വണ്ടി ചെറുതായിട്ടൊന്ന് ജെർക്ക് ചെയ്തു, അതായത് ആ സ്മൂത്ത്നെസ് കണ്ടില്ല. അതുകൊണ്ടത് അത്രയും ഏരിയയിൽ പൊളിച്ച് റീടാറിങ് ചെയ്യാനായിട്ട് കമ്പനിക്കാർക്ക് ഓർഡർ കൊടുത്തു. എങ്കിൽ മാത്രമേ അവരുടെ ഫണ്ട് അവർക്ക് അനുവദിച്ച് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ ശക്തമായ നിയന്ത്രണങ്ങൾ ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സർക്കാരും അതുപോലെ തന്നെ മറ്റുള്ളവരും ഉദ്യോഗസ്ഥന്മാരും വെച്ചാൽ മാത്രമേ നമുക്ക് ഗൾഫിലുള്ളതുപോലെ അല്ലെങ്കിലും നമ്മുടെ പല മെമ്പർമാരും അതുപോലെ തന്നെ പല ആളുകളും ഗൾഫിൽ പോയിട്ട് അവിടുത്തെ സൗകര്യങ്ങളെല്ലാം കണ്ട് വരുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ റോഡുകളുടെ കാര്യങ്ങളും കൂടി ഒന്ന് നിങ്ങൾ കണ്ടുവന്നാൽ അത് ജനങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും. കാരണം ഗൾഫിലെ എന്തുകൊണ്ട് ഇത്രയും ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ റോഡിനൊക്കെ ഇത്രയും എന്താ പറയുക ഭംഗിയോ അല്ലെങ്കിൽ ആ ഒരു യാത്രാസുഖം കിട്ടുന്നത് അവിടുത്തെ ഭരണാധികാരികളുടെ മിടുക്ക് കൊണ്ട് മാത്രമാണ്. അവിടുത്തെ നിയമങ്ങൾ അത്രത്തോളം കർശനമാണ്. അവർ ഈ ക്വാളിറ്റിയിൽ ജനങ്ങൾക്ക് കൊടുക്കുന്ന സേവനങ്ങളിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യുന്നില്ല. ഇപ്പോൾ രാജഭരണമാണെങ്കിൽ പോലും രാജഭരണത്തിലാണ് കൂടുതൽ അക്രമങ്ങളൊക്കെ നമ്മൾ ഇന്ത്യയിലും മറ്റ് വിദേശ രാജ്യങ്ങളിലെല്ലാം കണ്ടിട്ടുള്ളത്. പക്ഷേ അതിന് മറിച്ച് ഈ പറഞ്ഞ ഗൾഫ് കൺട്രീസിൽ വളരെ സൗഹാർദ്ദപരമായിട്ടുള്ള അല്ലെങ്കിൽ നല്ല രീതിയിൽ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് അവരുടെ ഭരണകൂടങ്ങൾ ചെയ്യുന്നതായിട്ട് നമ്മൾ ഇന്ത്യക്കാർക്ക് പ്രത്യേകിച്ച് മലയാളികൾക്ക് കാണാനായിട്ട് കഴിയുക. അപ്പോൾ ഇതാണ് ഇവിടുത്തെ റോഡിൻ്റെ ഈ പറഞ്ഞ ശോചനീയ അവസ്ഥയ്ക്ക് പ്രധാനമായിട്ടുള്ള ഒരു കാരണം. അപ്പോൾ ഈ റോഡ് നിർമ്മാണത്തിൽ നമ്മൾ ഇടപെടാതെ ഒരു കരാറുകാരെ നമ്മൾ നിയന്ത്രിക്കുകയാണ് നമ്മൾ വേണ്ടത്. എന്ന് വെച്ചാൽ അവരുടെ എന്തെങ്കിലും ക്വാളിറ്റിയിൽ കുറവ് വരുമ്പോൾ ആ ഇതിൻ്റെ യഥാർത്ഥമായ ശാസ്ത്രീയമായ അളവിലല്ലാതെ അതിൽ കുറവ് വരുത്തി ടാറോ അതല്ലെങ്കിൽ മെറ്റലോ ഉപയോഗിക്കുന്നുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിനെതിരെ പ്രതികരിക്കേണ്ട ജനപ്രതിനിധികൾ അത് കണ്ണടച്ചിട്ട് അവരിൽ നിന്ന് കിട്ടുന്ന ആ ഉച്ഛിഷ്ടം കൈക്കലാക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ഈ സാധാരണ പാവപ്പെട്ടവരായ ജനങ്ങൾക്ക് ഇത്തരത്തിലുള്ള യാത്രാ ദുരിതം അനുഭവിക്കേണ്ടി വരുന്നത്. അപ്പോൾ ഇത് ഒട്ടുമിക്ക പഞ്ചായത്തുകളിലെയും ഒട്ടുമിക്ക സ്ഥലങ്ങളിലെയും ഒരു യഥാർത്ഥ വസ്തുതയാണ്. പക്ഷേ അത് അവർക്ക് പറയാനായിട്ടുള്ള മടിയുണ്ടാവും. പക്ഷേ കരാറുകാരെ അത് പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ ഫണ്ട് അനുവദിച്ച് കിട്ടില്ല. അവർക്ക് പല രീതിയിലും അവരുടെ ഫണ്ട് തടഞ്ഞു വെക്കും. അപ്പോൾ ഈ പറഞ്ഞ ലോക്കൽ മാഫിയകളെ
അവരെ കയ്യിലെടുത്താൽ മാത്രമേ, അവരെ സന്തോഷിപ്പിച്ചാൽ മാത്രമേ ഈ പാവപ്പെട്ട കരാറുകാരന് കോടികൾ രൂപ കയ്യിൽ നിന്ന് മുടക്കിയിട്ട് അത് ഘട്ടം ഘട്ടമായി സർക്കാരിൽ നിന്ന് അനുവദിച്ച് കിട്ടൂ എന്ന വസ്തുത നിലനിൽക്കുന്നത് കൊണ്ടാണ് ഈ ചില ആളുകളൊക്കെ ഇതിനെ ചൂഷണം ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം, പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയിൽ നമ്മൾ ഈ കണ്ടിട്ടുള്ള വെള്ളക്കെട്ടിനും അതുപോലെ തന്നെ ഈ പ്രത്യേകിച്ച് ഈ വെള്ളം കടന്നു പോവാതെ അതുപോലെ വളരെയധികം ബുദ്ധിമുട്ടുന്ന വാഹനങ്ങളിലെല്ലാം വെള്ളം കയറുന്ന രീതിയിലുള്ള വിഷയമുണ്ടായിട്ടുള്ളത് ഇത്തരം അശാസ്ത്രീയ നിർമ്മിതിയും അതുപോലെ മേൽനോട്ടക്കാർ, അതായത് കള്ളൻ്റെ കയ്യിൽ താക്കോൽ കൊടുത്തത് കൊണ്ടുണ്ടായ വിഷയമാണ്. ഇപ്പോൾ നമ്മൾ സഞ്ചരിക്കുന്നത് 3-ാം വാർഡിൽ, വൈസ് പ്രസിഡൻ്റ് വാർഡിൽ കഴിഞ്ഞ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റാത്ത ഈ തൊട്ടാർവാടി സ്കൂളിൻ്റെ അവിടെ നിന്ന് ആരിഫ് റോഡിലേക്ക് പോകുന്ന ചില ഭാഗങ്ങളാണ്. ആ ഭാഗത്തേക്ക് വരുമ്പോൾ നല്ല അടിപൊളി ഫൗണ്ടൻ എല്ലാം രൂപപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ പറ്റും, നാച്ചുറൽ ഫൗണ്ടൻ. അത് വെള്ളമൊക്കെ റോഡിൽ ഇങ്ങനെ ഒഴുകുന്നുണ്ട്. കാന അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഈ നമ്മളെ മറ്റേ റോഡ്, പഴയ റോഡ്, അവിടെ നിന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ കാണിച്ച 2-ാം വാർഡ്, മൂന്നാം വാർഡ് മെമ്പറുടെ ആ റോഡിൽ നിന്ന് വ്യത്യസ്തമായിട്ട് 2 അടിയോളം വീതിയുള്ളതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞു. അപ്പോൾ അത് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ കുറച്ച് വലുപ്പം വെച്ചിട്ടുണ്ട്, നിർമ്മാണ പ്രവൃത്തിക്ക് കുറച്ച് വികസനം വന്നിട്ടുണ്ട്. അപ്പോൾ റോഡിൻ്റെ അവസ്ഥ ഇതാണ്. ഈ റോഡിന് വേറെ ഒരു പ്രശ്നമായിട്ട് ഞാൻ മനസ്സിലാക്കിയത്, ഇവിടുത്തെ ജനങ്ങൾ പറയുന്നത്, ഇത് ഒരു പഞ്ചായത്തും അതുപോലെ മുനിസിപ്പാലിറ്റിയും തമ്മിലുള്ള തർക്കമാണ്. അതായത് ഇതിൻ്റെ അവകാശി ആരാണെന്ന് പാവറട്ടി പഞ്ചായത്ത് മെമ്പർക്കോ അതല്ലെങ്കിൽ ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയിലെ ഇവിടുത്തെ മെമ്പർക്കോ അറിയില്ല, അല്ലെങ്കിൽ അവർക്ക് കൺഫ്യൂഷനിലാണ്. ഇതിൻ്റെ അച്ഛനാര് അതിനെ പറ്റിയിട്ട് ഇവിടെ ഇപ്പോൾ തർക്കമുണ്ട്. അപ്പോൾ പാവറട്ടി പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റ് പറയുന്നത് ഇത് ഞങ്ങളുടെ വാർഡല്ല, അത് ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയിൽ പെട്ടിട്ടുള്ളതാണെന്നാണ്. പക്ഷേ മുനിസിപ്പാലിറ്റിയുടെ മെമ്പർമാരുടെ അഭിപ്രായത്തിൽ ഇത് പാവറട്ടി പഞ്ചായത്തിലെ 3-ാം വാർഡാണ്. അപ്പോൾ ഇത് പൈപ്പ് ലൈനിൻ്റെ പണി കഴിഞ്ഞതിന് ശേഷം മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം അറ്റകുറ്റപ്പണികളും മറ്റുള്ള കാര്യങ്ങളെല്ലാം നടത്തിയെങ്കിലും ഈ 2-ാം വാർഡിലെ പല റോഡുകളുടെയും അവസ്ഥ വളരെയധികം ശോചനീയമാണ്. അപ്പോൾ ഈ 2-ാം വാർഡിലെ റോഡ് നമ്മൾ കാണുകയാണെങ്കിൽ, നമ്മൾ ഈ മൂന്നാർ അതുപോലെ തന്നെ ഈ ഹിൽ ഏരിയകളിലൊക്കെ നമ്മൾ പോകുമ്പോൾ, വാഴച്ചാൽ, അതിരപ്പള്ളി ഭാഗങ്ങളിലൊക്കെ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് എത്തുമ്പോഴുള്ളൊരു ഫീലിംഗ് ആണ് നമുക്ക് അവിടുത്തെ ആ റോഡിൽ. കാരണം വെട്ടിപ്പൊളിഞ്ഞിട്ടുള്ള റോഡുകളാണ്, അവിടെ കാട്ടാനുള്ള ശല്യം, മൃഗങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പോകുന്ന ആ രീതിയിലുള്ള ഒരു വൈൽഡായിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് നമുക്ക് ഈ റോഡിലൂടെ. ഓഫ് റോഡിന് പറ്റിയ ഒരു റോഡാണ് ഈ 2-ാം വാർഡിലെ ഈ റോഡായിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ ഈ 2-ാം വാർഡിൽ 2-ാം വാർഡല്ല, അത് 3-ാം വാർഡ്. 2-ാം വാർഡിൽ നമ്മൾ ഒരുവിധം റോഡുകളെല്ലാം ഈ പൈപ്പ് ലൈനിൻ്റെ വർക്ക് കഴിഞ്ഞതിന് ശേഷം ടാറിങ് ചെയ്തിട്ട് ഒരു വിധത്തിലെല്ലാം മെമ്പർ മനോഹരമാക്കിയിട്ടുണ്ട്. വളരെ കുറച്ച് ഭാഗങ്ങളെ അതിൽ നമ്മൾ ഈ മുൻപത്തെ വീഡിയോയിൽ കാണിച്ചതുപോലെ തകർന്ന് കിടക്കുന്നതും അതുപോലെ തന്നെ പൈപ്പ് ലൈനിൻ്റെ വർക്കിന് ശേഷം മെയിൻറ്റെയിൻ ചെയ്യാതെ കിടക്കുന്നുള്ളൂ. പക്ഷേ ഇത് 3-ാം വാർഡിൽ കല്ലന്തോട് റോഡിനെ പറ്റിയാണ് ഇന്നലെ നമ്മൾ 1 അടി വീതിയുള്ള കാന ഉണ്ടാക്കിയതായിട്ട് നമ്മൾ വീഡിയോയിൽ കാണിച്ചത്. അതിൻ്റെ വളരെ ശോചനീയമായ അവസ്ഥകൾ, സ്കൂൾ കുട്ടികൾക്ക് പോലും ആ റോഡിലൂടെ ഓട്ടോറിക്ഷയിൽ പോകാനായിട്ട് ഭയപ്പെടുന്നതായിട്ട് അടുത്തതിലെ നമ്മുടെ ഷോപ്പിൽ വന്നിട്ടുള്ളൊരു കുട്ടിയുടെ വല്യമ്മ എന്നോട് പറഞ്ഞു. കാരണം അത് എങ്ങനെയാണ് സ്കൂളിൽ പോകുന്നതെന്ന് ആവലാതിയാണ് കുട്ടികൾക്ക് ഈ റോഡിലൂടെ. അത് വസ്തുതാപരമായ കാര്യം തന്നെയാണ്, ഒന്നും നമുക്ക് പൊലിപ്പിച്ചൊന്നും പറയുന്നില്ല. അത് വ്യക്തമായ തെളിവോടെ തന്നെയാണ് ഇവിടെ ഞാനത് അവതരിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ പിഞ്ചു കുട്ടികൾക്ക് അത് സ്കൂളിലേക്ക് പോകേണ്ടതായിട്ടുള്ള റോഡുകൾ, അതല്ലെങ്കിൽ സാധാരണ ഈ പ്രായമായ ആളുകൾക്ക് യാത്ര ചെയ്യേണ്ടതായിട്ടുള്ള ഈ റോഡുകളുടെ ഈ അവസ്ഥ നമ്മുടെ കരളലിയിപ്പിക്കേണ്ടതാണ്. കാരണം മഹാനായ ഗാന്ധിജിയുടെ പേരിലാണ് ഈ റോഡുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടത്തപ്പെടുന്നത്. ശിലാഫലകത്തിലെല്ലാം മഹാത്മാഗാന്ധി ഗ്രാമീണ റോഡ് വികസനം എന്നൊക്കെ എഴുതിയിട്ട് അദ്ദേഹത്തെ അവഹേളിക്കുന്നത് പോലെയാണ് ഇത്തരത്തിലുള്ള റോഡ് പണികളുമായിട്ട് കോൺട്രാക്ടർമാരായാലും അത് ബന്ധപ്പെട്ട മെമ്പർമാരായാലും ജനപ്രതിനിധികളായാലും അവരെല്ലാം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ മഹാത്മാഗാന്ധിജിയുടെ പേര് ഉപയോഗിക്കുമ്പോൾ അദ്ദേഹം ആരായിരുന്നുവെന്നും അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന ഇന്ത്യ, അദ്ദേഹം ആ സ്വപ്നത്തിൽ കണ്ട ഇന്ത്യ എന്തായിരുന്നെന്നും അല്പമെങ്കിലും മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഈ പ്രവർത്തനത്തിന് ഇറങ്ങുമ്പോൾ ആ പേരിനോടെങ്കിലും, നിങ്ങൾ ഈ മഹാത്മാഗാന്ധിയോടുള്ള പേരിനോടെങ്കിലും നിങ്ങൾ അല്പമെങ്കിലും ഒരു ആദരവ് കാണിക്കുമായിരുന്നു. നിർഭാഗ്യവശാൽ പല സ്ഥലങ്ങളിലും
ഈ മഹാത്മാഗാന്ധി ഗ്രാമീണ വികസന റോഡുകൾ എന്നെല്ലാം എഴുതിയിട്ട് ഇത്ര മീറ്റർ മുതൽ ഇത്ര മീറ്റർ അതിൻ്റെ ഏരിയയും കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് പോകുന്നതല്ലാതെ ആ യഥാർത്ഥമായ ജനങ്ങൾക്ക് ഉപകാരപ്പെടേണ്ട രീതിയിൽ അതിന് നിർമ്മാണ പ്രവൃത്തികൾക്ക് മേൽനോട്ടം വഹിക്കാനോ മറ്റോ ഇവിടെ ആരും തയ്യാറാവുന്നില്ല. ഈ 3-ാം വാർഡിനെ സംബന്ധിച്ചിടത്തോളം മെമ്പറുടെ ഭർത്താവാണ് ഇത്തരം കാര്യങ്ങളിലെല്ലാം മേൽനോട്ടത്തിന് ഇറങ്ങുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഈ ഭാഗങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ചില പിടിവാശികളും മറ്റുള്ളവരുടെ വൈരാഗ്യവും അതുപോലെ തന്നെ ചില ആളുകളോടുള്ള തൃപ്തി കുറവും ആ അടുപ്പമില്ലായ്മയും ഒക്കെ ഇവിടെ അങ്ങനെ കിടക്കട്ടെ, നിങ്ങൾക്ക് ഇതൊക്കെ മതിയെന്ന ആ ഒരു സമീപനം കൊണ്ടും ചില ആളുകൾ പറയുന്നുണ്ട് ഇത്തരത്തിൽ റോഡ് ഇത്രയും മോശമാവാൻ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രവർത്തനം കൂടിയിട്ട് ഫലം ഇതാവുന്നുണ്ട്. മെമ്പർക്ക് എല്ലാ സമയത്തും ഈ വിഷയത്തിൽ ഇടപെട്ട് വരാൻ കഴിയാത്തത് കൊണ്ടായിരിക്കാം ഭർത്താവിനെ അതിന് ആ ജോലി ഏൽപ്പിച്ചത്. പക്ഷേ അത് ശരിയായ രീതിയിൽ ഒരു മെമ്പർ തന്നെയാണ്, അത് ആണായാലും പെണ്ണായാലും അത് ആളുടെ ഡ്യൂട്ടി തന്നെയാണ്. ജനങ്ങൾ തിരഞ്ഞെടുത്തത് മെമ്പറെ, ഈ വനിതാ മെമ്പറെയാണ്, അവളുടെ ഭർത്താവിനെ കണ്ടിട്ടല്ല. അപ്പോൾ അതുകൊണ്ട് ജനങ്ങൾക്ക് സേവനം നൽകേണ്ട മെമ്പർ അത്യാവശ്യമായിട്ട് ഇത്തരം റോഡുകളിലൂടെ ഒന്ന് യാത്ര ചെയ്തിട്ട് സ്വന്തം എക്സ്പീരിയൻസിൽ നമുക്ക് സ്വന്തമായിട്ട് എന്താണോ അനുഭവപ്പെടുന്നത് ഇതിൻ്റെ ഇരട്ടി നമ്മൾ ഒരു തവണ യാത്ര ചെയ്യുന്നെങ്കിൽ അതിന് ദിവസവും ആ ഭാഗത്തൂടെ ഈ തോട്ടിലൂടെ പോകുന്ന ആളുകളുടെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ വളരെ നന്നായിരിക്കും. അപ്പോൾ നിങ്ങളത് ഗുരുവായൂരിൻ്റെ ആണോ അത് പാവറട്ടിയുടെ ആണോ എന്നൊന്ന് വ്യക്തത വരുത്തുക. കാരണം ഇത് നമ്മളിപ്പോൾ ഇന്ന് പഴയ കാലത്തൊന്നുമല്ല, എല്ലാ ഇതിലും ആധാരങ്ങളിലും അതുപോലെ തന്നെ മറ്റുള്ള രേഖകളിലും എല്ലാം വില്ലേജിലെല്ലാം ഇതിൻ്റെ സ്കെച്ചും മറ്റുള്ള കാര്യങ്ങളും കൃത്യമായി സർവേ പ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഈ ആരിഫ് റോഡിൽ നിന്ന് തൊട്ടറവാടി റോഡ് വരെയുള്ള റോഡ് ഈ ഭാഗം അത് ഏത് പഞ്ചായത്തിൻ്റേതാണെന്നെങ്കിലും അറ്റ്ലീസ്റ്റ് ഈ ഇരു പഞ്ചായത്തിലും അല്ലെങ്കിൽ ഈ മുനിസിപ്പാലിറ്റിയും പെട്ട ആളുകൾ ഒന്ന് വ്യക്തമാക്കിയാൽ നാട്ടുകാർക്ക് കൺഫ്യൂഷൻ ഒഴിവാകാം. അത് ഗുരുവായൂരിൽ ഗുരുവായൂരിലത്തെ മുനിസിപ്പാലിറ്റിയോട് പറയുമ്പോൾ അവർ പറയുന്നത് ഞങ്ങളുടേതല്ല, പാവറട്ടിയുടേതാണ്. അപ്പോൾ പാവറട്ടിയിലെ വൈസ് പ്രസിഡൻറ്റിൻ്റെ ഭർത്താവിനോട് പറയുമ്പോൾ പറയുക അത് ഞങ്ങളുടേതല്ല, അത് ഗുരുവായൂരിൻ്റേതാണ്. അപ്പോൾ ഇത് ആർക്കും വേണ്ടാതെ കിടക്കുന്ന, അപ്പോൾ ഈ ജനങ്ങൾ നിങ്ങളെ തിരഞ്ഞെടുത്തിട്ടുള്ളത് അവരുടെ ഈ യാത്രാ ദുരിതവും മറ്റുള്ള കാര്യങ്ങളൊക്കെ മാറ്റി നല്ല സൗകര്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഈ ഫുട്ബോൾ മാച്ച് പോലെ പാസ് ചെയ്ത് എൻ്റേതല്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഫുട്ബോൾ പാസ് ചെയ്യാതെ ഇതിനെ ഇരുകൂട്ടരും ഒരു ചർച്ച ചെയ്ത് അതിൻ്റെ പ്രമാണങ്ങളെല്ലാം പരിശോധിച്ച് ഇത് ഗുരുവായൂർ ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയുടേതാണെങ്കിൽ ബന്ധപ്പെട്ട മെമ്പർ അതിന് നടപടിയെടുത്തിട്ട് ഈ റോഡിൽ ദുരിതമൊന്ന് കാണണമെന്നും ഇതിന് എത്രയും പെട്ടെന്ന് പരിഹാരം കാണണമെന്നും അപേക്ഷിക്കുന്നു. അതേപോലെ തന്നെ പാവറട്ടിയിലെ വൈസ് പ്രസിഡൻറ്റിൻ്റെ മണ്ഡലമാണെങ്കിൽ അവരത് രേഖകളെല്ലാം പരിശോധിച്ച് പഞ്ചായത്തിലെല്ലാം ചെന്ന് കഴിഞ്ഞാൽ സർവേ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇതിന് വ്യക്തമായ രേഖകളെല്ലാം അവൈലബിളാണ്. അപ്പോൾ നിങ്ങളത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനായിട്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഗിമിക്കുകൾ പറഞ്ഞ് രക്ഷപ്പെടാതെ അതിന് ശക്തമായ നടപടികളുമായിട്ട് അതുപോലെ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനവുമായി മുന്നോട്ട് പോയാലാണ് അടുത്ത തവണ അതല്ലെങ്കിൽ നിങ്ങൾ വന്നില്ലെങ്കിലും നിങ്ങൾ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന ആ രാഷ്ട്രീയ പാർട്ടിക്ക് ഇവിടെ വിജയിക്കാനുള്ള സാധ്യത കാണണമെങ്കിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങളെ കൂടി വിലയിരുത്തിയിട്ടാണ്. ആ വ്യക്തിയുടെ പ്രവർത്തനത്തോടൊപ്പം തന്നെ ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ വേരോട്ടവും അതിന് ഒരു ഭാഗമാവാറുണ്ട്. അപ്പോൾ ആരിഫ് റോഡിൽ നിന്ന ദൃശ്യങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ഇത്രയും ശോചനീയമായ റോഡുകൾ പാവറട്ടിയിലല്ലാതെ കേരളത്തിലെ അല്ലെങ്കിൽ തൃശ്ശൂർ ജില്ലയിലെ മറ്റ് പഞ്ചായത്തുകളിൽ കാണുമോ എന്ന കാര്യത്തിൽ വളരെയധികം സംശയമാണ്. പിന്നെ ഇവിടെ എനിക്ക് തോന്നിയൊരു സംശയമാണ്, അതിന് വ്യക്തത വരുത്തേണ്ടതുണ്ട്. പാവറട്ടി നമ്മളിപ്പോൾ ഈ വെള്ളക്കെട്ടിന് കാരണമായിട്ട് പറയുന്ന പൂച്ചേരി തോടിൽ നിന്ന് വരുന്നതായിട്ടുള്ള ആ വെള്ളം ഇന്ത്യൻ സ്റ്റീലിൻ്റെ മുന്നിലൂടെ സലഫി പള്ളിയുടെ സൈഡിലൂടെയുള്ള 2.25 അടി മാത്രമുള്ള ആ കാനയിലൂടെ വന്നിട്ട് ആ കാനയാണോ ഈ നമ്മുടെ മുന്നിൽ കാണുന്ന ശോചനീയമായിട്ടുള്ള രീതിയിൽ ചെറിയൊരു പൈപ്പ് വെച്ചിട്ട് പോകുന്നതോ എന്നെനിക്ക് ചെറിയൊരു ഡൗട്ട്. അത് അന്വേഷിച്ച് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. കാരണം അത് സ്വകാര്യ വ്യക്തികളുടെ പറമ്പുകളപ്പുറത്ത് കുറേ ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് കടക്കാനായിട്ട് അല്ലെങ്കിൽ മതിലൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള പൈപ്പുകൾ വെച്ചിട്ട് അത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ അത് അധികാരികൾ അതിന് ഒത്താശ ചെയ്തു കൊടുക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇതെല്ലാം വളരെയധികം ശ്രദ്ധിച്ചാൽ മാത്രമേ നമ്മൾ പാവറട്ടിക്കാർ വെള്ളക്കെട്ടിൽ നിന്നും അതുപോലെ തന്നെ മറ്റു ദുരിതങ്ങളിൽ നിന്നും രക്ഷപ്പെടുകയുള്ളൂ.